السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمن الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും അവർ മനുഷ്യ സ്ത്രീകളാണ്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരുടെ നേതാവായതുപോലെ മനുഷ്യരുടെ നേതാവ് എന്ന നിലക്ക് എല്ലാം തികഞ്ഞ സമ്പൂർണമായ മനുഷ്യനാണ്. അൽ ഇൻസാനുൽ കാമിൽ എന്നാ പറയും. മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ രൂപം. മനുഷ്യൻ ആരാവണം, ആരാണ് യഥാർത്ഥ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എല്ലാം തികഞ്ഞ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാരൊക്കെ അവിടത്തെ പറ്റി പറയുക അൽ ഇൻസാനുൽ കാമിൽ എന്ന്. അതോടുകൂടി വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ, എല്ലാം തികഞ്ഞ സമ്പൂർണ്ണ മനുഷ്യനാണ് എന്നത് നബി തങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യതയാണ്. പക്ഷേ അതിൽ പരിമിതമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുദൂതരും അന്ത്യപ്രവാചകനുമാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ രൂപമാകുമ്പോൾ തന്നെ പ്രവാചകത്വത്തിൻ്റെ അന്ത്യം കുറിച്ച അന്ത്യപ്രവാചകനാവുന്ന സമ്പൂർണ്ണ റസൂലുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നിടത്ത് ഒറ്റ വാക്കിലാണ് ഖുർആൻ പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ വഖഫാണല്ലോ, വേറെ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വല്ലദീന മാഅഹു അശദ്ദാഉൽ കുഫാർ വേറെ വിഷയമാണ്. സഹാബാക്കളെ വിശേഷണമാണ് പിന്നെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം ഈ ഒരൊറ്റ വാക്കിൽ കഴിഞ്ഞു. മാത്രമല്ല, മക്കം ഫതഹിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പടയാളികളോടൊന്നിച്ച് മക്കയിൽ വരുമ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ മക്കയുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. ചരിത്രം പറയല്ല, ചുരുക്കുകയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എങ്കിലും മുസ്ലിം സൈന്യത്തെ, അദ്ദേഹം ഒരു സൈനിക നായകനാണല്ലോ, ഒരു സൈനിക നായകനെ സൈനിക ശക്തി നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മുസ്ലിം സേനയുടെ ശക്തി അദ്ദേഹം നേരിലൊന്ന് കണ്ടു മനസ്സിലാക്കട്ടെ എന്ന നിലക്ക് സഹാബത്തിന് മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടത്തിൻ്റെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടു നിർത്താൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്നെ തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓരോ ഗോത്രങ്ങളും പ്രത്യേകം 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 സംഘങ്ങളായി പോയി അവസാനം മുഹാജിർ അൻസാറുകളുടെ ഏറ്റവും വലിയ സംഘം അമ്പരന്ന ആ സൈനിക ശക്തിയുടെ മുന്നിൽ മക്കയുടെ സൈനിക നായകൻ അന്താളിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, യാ അബൽ ഫളൽ ഇന്ന മുൽക ബനി അഖീക ഖദ് അളമത്തിൽ യൗം. ഓ അബുൽ ഫളിൽ, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വിളിപ്പേരാ. ഓ അബുൽ ഫളിലെ, നിങ്ങളുടെ സഹോദരപുത്രൻ്റെ രാജാധികാരം
വല്ലാത്ത മഹത്തായിരിക്കുന്നുവല്ലോ. കിസ്ര കൈസറിനെയൊക്കെ വെല്ലുവിളിക്കാൻ വേണ്ട അത്രയും വലിയൊരു രാജാവായി മാറിയിരിക്കുന്നല്ലോ. അദ്ദേഹത്തിന് ബാഹ്യമായതേ അറിയും. ഉടനെ അവിടെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തിരുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, യാ അബാ സുഫിയാൻ ഇന്നഹൻ നബുവ്വ, യാ അബാ സുഫിയാൻ ഇന്നഹൻ നബുവ്വ. ഇപ്പോൾ വലിയ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഡോക്ടർമാരും രാഷ്ട്രീയ മീമാംസകരും ഒക്കെ ഓരോരുത്തരും പറയുമ്പം ഏറ്റവും വലിയ ഡോക്ടറായിരുന്നു, ഏറ്റവും വലിയ തത്വജ്ഞാനിയായിരുന്നു, ഏറ്റവും വലിയ സൈനിക നായകനായിരുന്നു, ഏറ്റവും വലിയ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ബാഹ്യമായ വിലയിരുത്തലാണ്. ഇതിനൊന്നും ഒരു അർത്ഥവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ല. മറിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്നഹൻ നബുവ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പരിശീലിപ്പിച്ച് നിയന്ത്രിച്ച് അവൻ്റെ സന്ദേശാനുസാരം അവൻ്റെ കൽപ്പനകൾ ലോകത്ത് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രതിനിധി അഥവാ ഒരു ദൂതൻ റസൂൽ ആണ്. അതിൽ പിന്നെ എല്ലാം പെട്ടു. ഇപ്പറഞ്ഞ എല്ലാ മഹത്വങ്ങളും എന്നല്ല മനുഷ്യത്വത്തിൻ്റെ നേട്ടവും പൂർണ്ണതയും സന്മാർഗവും സൽഗുണവുമായി എന്തൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ പ്രതിരൂപമാണ്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി അയാൾ പോരല്ലോ. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും അവിടുന്ന് നേതൃത്വം വഹിക്കണ്ടേ, മാതൃക കാണിക്കണ്ടേ. അതൊരാളോട് ഒറ്റയ്ക്ക് കഴിയില്ല. മറിച്ച് അതിന് എല്ലാം കൊണ്ടും അനുയോജ്യരായ പക്വമതികളായ വിവരവും ചിന്താശേഷിയും സാമൂഹിക ബോധവും എല്ലാം ഒത്തിണങ്ങിയ വീട്ടുകാരിയും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ സംബോധനം ചെയ്തുകൊണ്ട് പറയുന്നത് യാ നിസാ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. ലോകത്തുള്ള മറ്റേത് സ്ത്രീകൾക്കും സമാനരല്ല നിങ്ങൾ. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പങ്കിടുന്ന അവിടുത്തെ ജീവിത പങ്കാളികളാണ്. അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ ദീൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. എങ്കിൽ ആ ജീവിതം പങ്കിടുന്ന ജീവിത പങ്കാളികളായ നിങ്ങൾ ലോകത്ത് മറ്റൊരു സ്ത്രീകൾക്കും സമാനരല്ല. നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ പെരുമാറ്റവും ഒക്കെ ദീനായിട്ട് വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഇനി തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തം ആഗ്രഹിച്ച് അവർക്ക് വിപരീതം വരരുത് എന്ന നിലക്ക് സൂക്ഷ്മ ജീവിതം നയിക്കുന്നെങ്കിൽ ചിട്ടയും ആരാധനയും ഒക്കെ നന്നായത് കൊണ്ടായില്ല, സാമൂഹികമായ ഇടപഴകലുകളിലും നിങ്ങൾ ചില മര്യാദകളും അച്ചടക്കങ്ങളും പാലിച്ചേ പറ്റൂ. തിരുനബിയുടെ പത്നിമാരെന്ന നിലക്ക്, മുസ്ലിം ലോകത്തിൻ്റെ മാതൃകകൾ എന്ന നിലക്ക് പലരുമായും നിങ്ങൾക്ക് സംസാരിക്കേണ്ടിയും ഇടപെടേണ്ടി വരും. ദീൻ പഠിക്കാൻ വരുന്നവരും അത് മനസ്സിലാക്കാൻ വരുന്നവരും ചോദിക്കാൻ വരുന്നവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, മാന്യമായി സംസാരിക്കാവൂ. വളരെ മാന്യമായി. മനുഷ്യർ പലവിധക്കാരുണ്ടാവും. ഈ വ്യത്യസ്ത ആളുകളുടെ മനോഗതി നിങ്ങൾക്കറിയാൻ കഴിയില്ല. അപ്പോൾ സംശുദ്ധമായ മനോഗതി അല്ല ദുരുദ്ദേശമുള്ളവരും കൂട്ടത്തിലുണ്ടാവും. അവരുടെ മുന്നിൽ നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ചാൽ ഹൃദയത്തിൽ ദുരുദ്ദേശം വെച്ചുകൊണ്ട് സംശുദ്ധരല്ലാത്ത ചില ആളുകൾ സംസാരിക്കേണ്ടി ഇടവന്നാൽ അവരോട് നിങ്ങൾ കുഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചാൽ അത്തരക്കാരായ ആളുകൾ നിങ്ങളെക്കൊണ്ട് വിശുദ്ധമായ രീതിയിലല്ലാതെ സംശയാസ്പദമായ രീതിയിൽ നിങ്ങളെ സമീപിക്കാനും ദർശിക്കാനും ചിന്തിക്കാനും അത് കാരണം വരും. അങ്ങനെ ഒരു ചിന്താപരമായി പോലും ഒരു പുരുഷൻ്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടാക്കുന്ന പെരുമാറ്റം
നിങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായിപ്പോകരുത്. വഖുൽന ഖൗലൻ മഅറൂഫ. മാത്രമല്ല വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ അങ്ങാടികളിലും യുദ്ധഘട്ടങ്ങളിലും രാജ്യ സന്ദർശനങ്ങളിലും ഇങ്ങനെ പുറത്ത് നടക്കേണ്ടവരല്ല. അച്ചടക്കത്തോടുകൂടി വീട്ടിൽ അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ പുറത്തു പോകാതെ അത്യാവശ്യത്തിന് സമയം ഒഴിച്ച് ബാക്കിയൊക്കെ വീട്ടിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് ഭാവി സമൂഹത്തെ വീട്ടമ്മമാർ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്നതിനാണ് നിങ്ങൾ ലോകത്തിന് മുന്നിൽ മാതൃകയാവേണ്ടത്. യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ശത്രുവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ്, രാഷ്ട്രീയം നിരീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ്, അതല്ല നിങ്ങളുടെ ഭാഗം. ഇതിനൊക്കെ സജ്ജമാകേണ്ട വീട്ടിലാണ്. ആദ്യത്തെ മദ്രസ വീടാണല്ലോ. ആ മദ്രസയിലെ അധ്യാപിക വീട്ടിലെ മാതാവാണ്. പെണ്ണ് എന്ന് പറഞ്ഞാൽ അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ജീലൻ തയ്യിബൽ ഇറാഖി എന്നൊരു അറബി കവി പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. അൽ ഉമ്മു മദ്റസത്തുൻ, ഈ ലോകത്തെ നയിക്കേണ്ട സമൂഹത്തിൻ്റെ ഒന്നാമത്തെ സ്കൂൾ മാതാവ് തന്നെയാണ്. ഇതാ അഅദത്തഹ, ആ മാതാവ് സുസജ്ജമാണ്, അറിവുണ്ട്, സംസ്കാരമുണ്ട്, കാര്യശേഷിയുണ്ട്, ചിന്താക്കഴിവുണ്ട്. അങ്ങനെ കഴിവുറ്റ ഒരു ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ അഅദത്ത ജീലൻ തയ്യിബൽ ഇറാഖി, നല്ല അടിവേരുള്ള നല്ല ഫലപുഷ്ടമായ ഒരു തോട്ടം ഇവിടെ വെച്ച് പിടിപ്പിക്കാൻ ഒരു സമൂഹത്തെ ഇവിടെ കെട്ടിപ്പടുക്കാൻ സാധിക്കും. അതേ സമയത്ത് ഗൃഹാന്തരീക്ഷം അനാഥമായി, ഉപ്പ ജോലിക്ക് പോയി, ഉമ്മയും തൊഴിലെടുക്കാൻ പോയി, വീട്ടിൽ ഏതോ ചില്ലറക്കാശ് കൊടുത്ത് ആയയെ വെച്ച് കുട്ടിയെ പഠിപ്പിച്ചാൽ ഈ ആയയുടെ സംസ്കാരമാണ്. ചില്ലിക്കാശിന് വേണ്ടി ആരാൻ്റെ മക്കളെ പോറ്റുന്ന ഒരു ആയയുടെ സംസ്കാരമാണ് വളർന്നു വരുന്ന ഭാവി തലമുറക്കുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഭാവി സമൂഹത്തിന് വേണ്ട സംരക്ഷണം, അടിസ്ഥാനപരമായ യോഗ്യത, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതായ അടിസ്ഥാനപരമായ ഇന്ധനം നിറയ്ക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കണം. അതുകൊണ്ട് ഒന്നിനും പുറത്തു പോകരുത് എന്നല്ല. അനിവാര്യ ഘട്ടങ്ങളിൽ പോകാൻ പുരുഷനെ പോലെ രാവും പകലും ജോലിക്കും വിശ്വാസത്തിനും രാജ്യസന്ദർശനത്തിനും ഒന്നും വേണ്ടി നടക്കേണ്ടവരല്ല. വീട്ടിലാണ് അവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മുമ്പ് സത്യവും അസത്യവും മനസ്സിലാകാത്ത കാലത്ത്, ജാഹിലിയത്ത് ലോകത്ത് വ്യാപകമായ ഒരു കാലത്ത്, അന്നുണ്ടായിരുന്ന സ്ത്രീകൾ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് സാംസ്കാരികമായി പല പരാജയങ്ങളും ജാഹിലുകളായ പൂർവികർക്ക് സംഭവിച്ചതുപോലെ സാംസ്കാരിക തകർച്ചയ്ക്ക് ഇടവരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സംസ്കാരം സംരക്ഷിച്ചുകൊണ്ട് അനിവാര്യഘട്ടത്തിലല്ലാത്തപ്പോഴൊക്കെ വീട്ടിനകത്ത് ഭാവി സമൂഹത്തിന് വേണ്ട സംസ്കാരവും സജ്ജീകരണവും നടത്തി നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ മേഖല അതാണ്. വാഖിംന സ്വലാത്ത വആതീന സക്കാത്ത്, ശാരീരികവും സാമ്പത്തികവുമായ ഇബാദത്തുകൾ നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ നിന്നുകൊണ്ട് ചെയ്യണം. വാതേന അല്ലാഹു റസൂല, അല്ലാഹും അവിടുത്തെ തിരുദൂതരും നിങ്ങളോട് എന്താണോ ആജ്ഞാപിക്കുന്നത് അത് ശിരസാ വഹിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ മാതൃകകളായി, മാന്യതയുടെ പ്രതിരൂപങ്ങളായി, ഭാവി സമൂഹത്തിൻ്റെ സൃഷ്ടാക്കളായി നിങ്ങളുടെ ധർമ്മം നിങ്ങൾ നിറവേറ്റണം. തീർന്നില്ല. ഇതൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. വിശദീകരിക്കാൻ സമയമില്ല. ഓ വീട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാരെ,
നിങ്ങളെ ഈ നിലക്ക് നിയന്ത്രിച്ച് നിങ്ങൾക്ക് വേണ്ട സാംസ്കാരികമായ രീതി പഠിപ്പിച്ച് നിങ്ങൾ അനുവർത്തിക്കേണ്ടതായ ചിട്ടവട്ടങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹു നിങ്ങളെ ലോകാന്ത്യം വരെ വരുന്ന മുഴുവൻ മനുഷ്യകുലത്തിനും മാതൃകകളാക്കാൻ വേണ്ട വിശുദ്ധകളായി നിങ്ങളെ വളർത്തണം. അങ്ങനെ നിങ്ങളുടെ ജീവിത വിശുദ്ധി ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസിക്ക് ആത്മാർത്ഥതയുടെയും ഈമാനിൻ്റെയും ഇന്ധനമായി മാറട്ടെ. അങ്ങനെ വിശുദ്ധകളായി തീരണം. അതിനെ ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീടുകളിലാണ് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും നിങ്ങളാണ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് സമൂഹത്തിന് നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ഭൗതികമായ വീക്ഷണത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്തന്മാരെ കണ്ടാൽ പോരാ. എന്ന് വെച്ച് ഭൗതികമായ വീക്ഷണം വേണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം. രണ്ടും കൂടി ഒന്നിച്ച് സമന്വയിച്ചിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് സമ്പൂർണ്ണ മനുഷ്യനാണ്. മനുഷ്യത്വത്തിൻ്റെ എല്ലാ സൽഗുണങ്ങളും അവിടെയുണ്ട്. മലക്കല്ല. അതുകൊണ്ടാണ് ഇന്ന മാന ബശറും മിസ്ലുക്കും എന്ന് ആവർത്തിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ മലക്കല്ല, ജിന്നല്ല, എല്ലാം തികഞ്ഞ സമ്പൂർണനായ ഒരു മനുഷ്യനാണ്. മനുഷ്യന് വേണ്ട എല്ലാ സൽഗുണങ്ങളും സമ്മേളിച്ച് അതിൻ്റെ പ്രതിരൂപമാണ്. അതോടുകൂടി അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അവൻ്റെ സൃഷ്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സന്ദേശവാഹകനായ തിരുദൂതർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗുണങ്ങളുടെയും സമന്വയമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ രീതിയിൽ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും വേണം. അവർ സമ്പൂർണ്ണ വനിതകളായിരിക്കണം. ലോക വനിതകളുടെ മാതൃകകളായിരിക്കണം. മനുഷ്യത്വത്തിൽ കൂട്ടത്തിൽ ഖുർആനും സുന്നത്തും അവരുടെ വീടുകളിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കൊള്ളുകയും അത് പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് കൈമാറുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾ നിർവഹിക്കുമ്പോൾ അപ്പോഴേ നിങ്ങൾ യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ ജീവിത ദൗത്യം നിങ്ങൾ കൂടി പങ്കുവെക്കണം. അപ്പം അതിനൊക്കെ യോഗ്യതയുള്ള ആളുകളാണ് അല്ലാഹു തആല പ്രത്യേകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഈ പത്നിമാരൊക്കെ. കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹദിയായിരിക്കും ആയിഷ റളിയല്ലാഹു തആല. ലോക വനിതകളിൽ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആലക്ക് കിടപിടിക്കുന്ന ഒരു സ്ത്രീ മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഭാര്യമാരെക്കാളൊക്കെ കൂടുതലായി ആയിഷ റളിയല്ലാഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക സ്നേഹം. അവിടുത്തെ സ്നേഹമൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തവും ദീനിൻ്റെ നേട്ടവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടുത്തെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ. കൂടുതൽ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരത്രയും അതിന് യോഗ്യനാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് പാത്രമാണ്, അതിനുള്ള ഗുണങ്ങളൊത്തവരാണ്. അവരെ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്നേഹിക്കുക. അതുകൊണ്ട് ഏറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ സ്ഥാനമുള്ളവരാണ്. എന്തുകൊണ്ട്? അതിനുള്ള ഇബാദത്തും അതിനുള്ള ഇൽമും ഒത്തൊരുമിക്കുകയും ഇത് ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്ന മറ്റാർക്കും കിട്ടാത്ത അപൂർവ ഭാഗ്യം അവർക്കുള്ളത് കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകം സ്നേഹിക്കാൻ കാരണം. ഇതൊന്നും അറിയാത്ത കേവല ഭൗതികവാദികൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ശാരീരിക സ്നേഹം മാത്രമാണെന്നും ഭൗതികമായ സ്ത്രീയോടുള്ള താല്പര്യം മാത്രമാണ് എന്നും. അങ്ങനെ ഒരു താല്പര്യമാണെങ്കിൽ നേരത്തെ ഈ 50 വയസ്സ് വരെയാണല്ലോ വേണ്ടത്. 53-ാമത്തെ വയസ്സ് മുതൽക്ക് പിന്നെ തുടങ്ങിയല്ലോ ഇന്ന്. 53 54 കഴിഞ്ഞിട്ട് 55-ാമത്തെ വയസ്സിലാണ് ആയിഷ റളിയല്ലാഹു തആല വീട് കൂടുന്നത്. മഹദി അവർകൾ ഖുർആനും തിരുസുന്നത്തും ആധികാരികമായി പഠിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ ഏത് വിഷയവും ഇജ്തിഹാദ് ചെയ്ത് മസ്അലകൾ കണ്ടെത്താനുള്ള മുജ്തഹിദ് മുത്ലഖിൻ്റെ ദർജയെത്തിയവരാണെന്ന കാര്യത്തിൽ സഹാബാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്തും
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും കെട്ടിക്കണിഞ്ഞ ഫിഖ്ഹിയായ മസ്അലകൾ ഉണ്ടാകുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഫത്വ ചോദിച്ചിരുന്നു ആയിഷ റളിയല്ലാഹുവിനോട് എന്ന് പറയുമ്പോൾ എത്രമാത്രം കഴിവുറ്റവരാണ് അവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിൻ്റെ ഉലൂമ്, ലോകത്ത് പ്രചരിച്ച ഉലൂമിൻ്റെ 90% ആളാണെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ഖുർആന്റെ 90% ഇൽമ ഉമർ റളിയല്ലാഹു അൻഹു നിന്നിട്ടാണ് മറ്റവർക്ക് കിട്ടുന്നത്. സ്വാഭാവികമായും ഹദീസും സുന്നത്തും വേണമല്ലോ, സുന്നത്തില്ലാതെ ഖുർആൻ ഒറ്റ കിട്ടൂലല്ലോ. അപ്പൊ ഖുർആൻ സുന്നത്തിന്റെ 90% ഇൽമ നിറഞ്ഞ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെയും മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച ആളാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. അന്ന് തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കൂട്ടുപിരിയാതെ ജീവിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുജ്തഹിദ് മുത്ലഖാണെന്ന കാര്യത്തിൽ ലോകത്താർക്കും തർക്കമില്ല. എന്നാൽ അവർ പോലും അവർക്ക് സംശയമുണ്ടാവുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടായിരുന്നു ഫത്വ ചോദിച്ചിരുന്നത്. അപ്പൊ എത്ര വലിയ വിവരം ഖുർആനിലും സുന്നത്തിലും നേടി. അത് സ്വാഭാവികം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാണല്ലോ, വീട്ടിലാണല്ലോ ജീവിച്ചു വളർന്നത്. വലിയ ബുദ്ധിമതിയുമാണ്, നല്ല നിരീക്ഷണ പാഠവുമുള്ളവരുമാണ്. അതൊരു പുതുമയല്ല. അതേ സമയത്ത് സ്വന്തം സഹോദരീ പുത്രൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അസ്മാ ബീവിന്റെ മോനാണ്. ആയിഷ ബീവിയാണ് അവരുടെ പ്രധാന ഗുരു. ഒരിക്കൽ തൻ്റെ ഇളയമ്മയോട് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ ചോദിക്കുക, യാ ഉമ്മ ലാ അഅജബു മിൻ ഫസാഹതിക വമിന അശ്ശഅരി വഅയ്യാമിൽ അറബ്. നിങ്ങൾ വലിയ സാഹിത്യകാരിയാണ്. ലബീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയുടെ 1000 കവിത മനപ്പാടമുണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഒറ്റൊരാളുടെ കേവലം ഒരു ലബീദിൻ്റെ 1000 കവിത മനപ്പാടമുണ്ടായിരുന്നു പറയുമ്പോൾ പൂർവ്വകാലത്തെ അറബികളുടെ ജാഹിലിയ കവിതകളുടെ ഒരു സാമ്രാജ്യമായിരുന്നു ആയിഷ റളിയല്ലാഹു തആല. അതിലെനിക്ക് അത്ര അത്ഭുതമില്ല. കാരണം സിദ്ദീഖുൽ അക്ബറിൻ്റെ മോളാണ്. അറബി ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരന്മാരിൽ ഒരാണ് സിദ്ദീഖുൽ അക്ബർ. അപ്പം വാപ്പായുടെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കും. പിന്നെ അതിലേറെ ഖുർആനും സുന്നത്തും പുരുഷന്മാർ പോലും നിങ്ങളുടെ അരികെ എത്തിക്കാണുന്നില്ല. അതിലും എനിക്ക് അതും അത്ഭുതമില്ല. ഒന്ന്, ജനിച്ചു വളർന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഉമ്മാൻ്റെയും വഴിത്തട്ടിലാണ്. അവർ ഇസ്ലാം വന്ന അന്ന് തൊട്ട് ഇസ്ലാം പഠിച്ചവരാണ്. അതോടുകൂടി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ്. ഖുർആനും സുന്നത്തും നന്നായി പഠിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതോടുകൂടി അറബി ലോകം കണ്ട ഏറ്റവും വിദഗ്ധയായ വിശഗ്വര ഡോക്ടറായിരുന്നു ആയിഷ റളിയല്ലാഹു തആല. ആ ഭാഗം പലർക്കും അറിയില്ല. വലിയ വിദഗ്ധയായ ഡോക്ടറായിരുന്നു ആയിഷ റളിയല്ലാഹു തആല. അതാണ് ഉർവത്ത് ബിൻ സുബൈർ ചോദിക്കുന്നത്, ഇത് നിങ്ങൾ എവിടുന്ന് പഠിച്ചത്? ഏത് മെഡിക്കൽ കോളേജിലാണ് പോയിനിയത്? കണ്ടിട്ടില്ലല്ലോ. 6 വയസ്സ് വരെ ആപ്പിയും പിന്നെ 6 വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിച്ചു. 9 വയസ്സ് വരെ ഈ മക്കയിലും മദീനത്തും അല്ലാതെ വേറെ എവിടെ ഒരു മെഡിക്കൽ കോളേജിലും പോയിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം പിന്നെ മെഡിക്കൽ കോളേജിലൂടെയും പോയി ഡോക്ടറേറ്റ് എടുത്തായിട്ടും കേട്ടിട്ടില്ലല്ലോ. അവർ പറഞ്ഞ് ഉർവത്ത് മോനെ, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാന കാലമായപ്പോൾ നിരന്തരം സൂക്കേടുകളാണ്. അതിൻ്റെ ഒരു കാരണം ഖൈബറിൽ നിന്നിട്ട് യഹൂദിയത്താവുന്ന സൈനബ് എന്ന പേരിൽ ഒരു സ്ത്രീ വിഷം കലർത്തിയ ആട്ടുമാംസം കൊടുത്തിരുന്നു. അതെടുത്ത് വായിൽ വെച്ച് കടിച്ചിട്ടേ ഉള്ളൂ. നബി തങ്ങളുടെ മൊയ്സത്ത് കൊണ്ട് കടിച്ചപ്പോൾ തന്നെ ആ ആട്ടിൻ്റെ കുറക് സംസാരിച്ചു, യാ റസൂലല്ലാഹ് ലാ തഖുൽനി ഇന്നി അന മസ്മൂം, അല്ലാഹുവിൻ്റെ ഹബീബായ നബിയെ ഭക്ഷിക്കലി, എന്നെ വിഷം കൂട്ടിയതാണ് എന്ന് ഈ ആട്ടിൻ്റെ കുറക് സംസാരിച്ചു. എങ്കിൽ പോലും കടിച്ചതാണല്ലോ. കൂട്ടത്തിൽ ബിശ്ർ ഇബ്നു മഅറൂർ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ പറഞ്ഞ് കടിച്ചപ്പോൾ
അവരും കടിച്ചു. പക്ഷേ നിബിതങ്ങൾ കടിച്ച് കീഴ്പോട്ടിറക്കിയില്ല, തുപ്പിക്കളഞ്ഞു. അവരപ്പോഴേക്ക് അത് കീഴ്പോട്ടിറക്കിയിരുന്നു. അവിടെ നിന്ന് സ്പോട്ടിന് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യമായി ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പലവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പ് വെച്ച് രക്തമെടുത്തിരുന്നു. ഇതിൻ്റെ ശേഷം പലവിധ രോഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാധിച്ചു കൊണ്ടിരുന്നു. നിരന്തരം രോഗം ബാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ലോകത്തറിയപ്പെട്ട നേതാവാണ്. അറബി കബീലകളിലൊക്കെ അറിയപ്പെട്ട നാട്ടുവൈദ്യന്മാർ, ഡോക്ടർമാരുണ്ട്. അവർ വരും, പരിശോധിക്കും, രോഗം നിർണയിക്കും, അത് മരുന്ന് പറയും. ഞാനാണ് ആ മരുന്നൊക്കെ തയ്യാറാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുക. അതുകൊണ്ട് മതി വരാതെ റോമ ചക്രവർത്തിയും പേർഷ്യ ചക്രവർത്തിയും അവരുടെ കൊട്ടാര വൈദ്യന്മാരെ ഇങ്ങോട്ടയക്കുകയും അറബികൾക്ക് അറിയാത്ത തരത്തിലുള്ള രോഗങ്ങൾക്ക് അവർ വിശദീകരിച്ചു കൊടുക്കുകയും അതിന് മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ മരുന്ന് വെക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഞാനായിരുന്നു. അങ്ങനെയാണ് അറേബ്യൻ വൈദ്യവും അനറബികളുടെ വൈദ്യവും ഒന്നിച്ചറിയുന്ന അറബി ലോകത്ത് ഇന്നറിയപ്പെട്ട ഏറ്റവും വലിയ ഡോക്ടറായി മാറിയത്. എല്ലാ രംഗത്തും തികഞ്ഞ പണ്ഡിതയായ ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റുള്ളവരാരും മോശക്കാരല്ല കേട്ടോ, കൂട്ടത്തിൽ ഏറ്റവും വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമ അവരാണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം മൊത്തം പറയാം. ബാക്കിയുള്ളവരെ പറ്റി ഞാൻ ഒരു സൈനബ ബീവിനെ വിശദമായി പറയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ ചുരുക്കി പറഞ്ഞ് നമ്മൾക്ക് വിഷയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ നബി തങ്ങളുടെ വീട്ടിൻ്റെ അകത്തേക്ക് ഒരു ടോർച്ചടി അത്യാവശ്യമാണ്. എന്നാൽ അവിടുത്തേത് മാതൃകാ ജീവിതമായിരുന്നു. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരേ സമയത്ത് നുബുവത്തിൻ്റെ ഒരു ഭാഗവും സമ്പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗവും അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യത്വം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു നുബുവത്തായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉൾക്കൊള്ളുന്നവർ തന്നെയായിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് അവരുടെ ജീവിതം മാതൃകയാവുമ്പോൾ തന്നെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നതിനും കൂടി അവർ മാതൃകയായിരിക്കണം. ബാക്കിയുള്ളവരൊന്നും നുബുവത്തിൻ്റെ ആളുകളല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു മാതൃകാ കുടുംബം ആവേണ്ടത് എന്നതിന് ആ കുടുംബജീവിതത്തിൽ നിറഞ്ഞ ഉദാഹരണങ്ങളുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചെറിയ ചെറിയ പിണക്കങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. സാധാരണ ഒരു കുടുംബത്തിലുണ്ടാവുന്ന എല്ലാം ഉണ്ട്. പക്ഷേ ഉന്നതന്മാരും മാന്യന്മാരുമാവുമ്പം ആ സ്റ്റാൻഡേർഡിലായിരിക്കുന്നു. അത്രം തീരെ സംസ്കാരമില്ലാത്ത തെരുവ് തെണ്ടികളുടെ സംസ്കാരത്തിലേക്ക് ഇറങ്ങൂല. മാന്യന്മാർ വഴക്ക് പറയുകയാണെങ്കിലും, പണ്ട് തമ്പൂരും ഹരിജനും കൂടി വഴക്ക് പറഞ്ഞ കഥ പറയുന്നുണ്ട്, ഇപ്പോൾ പറയാൻ പാടില്ല എന്നാ. ഏതായാലും വട്ടെ, അങ്ങനെ ഇയാൾ താന്ന സംസ്കാരങ്ങളാണ്. അയാളെ സംസ്കാരത്തിനനുസരിച്ച് വാക്ക് പ്രയോഗിച്ചപ്പോൾ നമ്പൂതിരി ഒരു ഉയർന്ന സ്റ്റാൻഡേർഡിലുള്ള ആളാണ്. അയാളെ സംസ്കാരത്തിലുള്ളത് അയാൾ സംസാരിച്ചത്. അത് പൊതുവെ മനുഷ്യൻ്റെ പ്രഭവമാണ്. അപ്പോൾ അവരുടെ അടുക്കൽ പിണക്കവും അസ്വാരസ്യങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അവരുടെ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ്. അതൊന്നും ഇല്ലായില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരിക്കൽ ഉമ്മാമാൻ്റെ പ്രായമുണ്ട് ബഹുമാനപ്പെട്ട സൗദാ റളിയല്ലാഹു അൻഹ, ആയിഷാ ബീവിയെ സംബന്ധിച്ച്. ആയിഷാ ബീവിക്ക് 9 വയസ്സാവുമ്പം സൗദാ ബീവിക്ക് 53 വയസ്സായിരുന്നു. അത് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവർ തൊട്ടുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. എപ്പോഴും എൻ്റെ ഒരു പേരമകളെപ്പോലെ സ്നേഹത്തോട് വാത്സല്യത്തോടു കൂടി തന്നെയാണ് സൗദാ ബീവി ആയിഷാ ബീവിയെ കാണുക. ആയിഷാ ബീവിയും തന്നെ എല്ലാ ബഹുമാനവും ആദരവും സൗദാ ബീവിക്ക് കൊടുക്കും. വലിയ ഇഷ്ടമാണ്. കാരണം സൗദാ ബീവി പൊതുവേ നല്ല വിറ്റ് പറയും. അതിനനുസരിച്ച് അങ്ങോട്ടുണ്ട്. ഒരു ദിവസം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥലത്തില്ല. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാൽ വരുന്നതിനെ സംബന്ധിച്ച് നല്ലൊരു വയല് പറഞ്ഞു. അപ്പം എല്ലാവരുടെ മനസ്സിലും അതുണ്ട്. എല്ലാവരുടെ മനസ്സിലും ഉണ്ട് ദജ്ജാൽ വരുന്നതിനെ പറ്റി, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയും. ഇതിങ്ങനെ മനസ്സിൽ വെച്ച് നിൽക്കുന്ന സമയത്താണ് ഉമ്മു സലമ ബീവി ഉണ്ട്, ആയിഷാ ബീവി ഉണ്ട്, ഹഫ്സ ബീവി ഉണ്ട്, സൈനബ ബീവി ഉണ്ട്. അവരൊക്കെ ഇരിക്കണോടത്ത് സൗദാ ബീവി വന്നു. പൊതുവെ നല്ല വലിപ്പമുള്ള തടിച്ച മനുഷ്യനാണ്, നല്ല സുന്ദരിയാണ്. പക്ഷെ വയസ്സായിട്ട് മാത്രമേ ഉള്ളൂ. നല്ല ആകർഷകമായ ഒരു ജോഡി വസ്ത്രം ധരിച്ച് നല്ല ചമഞ്ഞൊരുങ്ങി വന്നു നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഈ കുട്ടിയേക്ക് ചെറിയൊരു വികൃതി, അവർക്കൊരു വികൃതി തോന്നി. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വരും,
വരുമ്പോ സൗദാത്തപ്പ അങ്ങനെ ചവഞ്ഞൊരുങ്ങി നിന്ന് മണവാട്ടിയാണ്ട ഒരു പരിപാടി ഒപ്പിക്കാൻ. ആദ്യം അതിനൊക്കെ വികൃതിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പമാവുന്ന ആശാവിനെ ഉണ്ടാവില്ല. ഈ വികൃതി അല്ലാതെ ഉണ്ടാവില്ല. ഇപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വികൃതി ഉണ്ടാവും. അതതിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ പറഞ്ഞു. അല്ല നിങ്ങൾ കേട്ടോ? എന്ത് ചോദിച്ചു? ഓൻ പുറപ്പെട്ടേലോ. ആ പേരൊന്നും പറഞ്ഞിട്ടില്ല തന്നെ. അപ്പം പുറപ്പെട്ടേലോ പറഞ്ഞപ്പോൾ ദജ്ജാൽ പുറപ്പെട്ടു എന്നാ സാധു മനസ്സിലാക്കണം. പുറപ്പെട്ടേലോ. എന്നിട്ടോ നമ്മൾ അടുത്തെത്താനാണെന്നാണ് കേൾവിയർ. ആരെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവരങ്ങോട്ട് പേടിച്ചിട്ട് പോയിട്ട് സാധാരണ വീട്ടിൽ വെണ്ണീർ കൊണ്ടുപോയി തട്ടുന്ന പുറത്തേക്ക് പാറാതെക്കാൻ വേണ്ടി ഒരു മറ കെട്ടിയിട്ടുണ്ട്. വെണ്ണീർ തട്ടുള്ളതിൽ ആരും കയറില്ല. അപ്പം ഇത് നിറച്ച് ചെലന്തി വല നിറഞ്ഞിരിക്കുക. അതിൽക്കൂടി വെണ്ണീർ തട്ടുമ്പോൾ ഇങ്ങനെ പാറിയിട്ട് വെണ്ണീർ നിറഞ്ഞ ചെലന്തി വല. പേടിച്ചിട്ട് എന്താക്കി സൗദാറിയന്ന ഈ വെണ്ണൂറ്റും കുഞ്ഞിൻ്റെ അവിടേക്ക് കൊണ്ട് കയറി. മറയണല്ലോ. ഇവര് ചിരിച്ച് ചിരിച്ച് ചിരിച്ചും ചിരിച്ച് മണ്ണ് കപ്പി. ആര്? മറ്റൊരു ധാരാളോടി കൂടിയിട്ട് അതിൻ്റെ ഇടക്ക് നബിസ്വല്ലല്ലാഹു കയറി. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കയറി വരുമ്പോൾ ഇവര് നാലാളിരുന്നിട്ട് എത്താത്ത ചിരിയ. അല്ല എന്താ മക്കൾ നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താ ചിരിക്കണമെന്ന് വെച്ച് മുണ്ടാബയ്യ ആയിഷാബി ഇങ്ങനെ ചൂണ്ടിക്കാട്ടി കൊടുത്ത് നോക്കുമ്പോ സൗദ ബീവി എവിടെ ഉള്ളത്? വെണ്ണൂറ്റും കുഞ്ഞിൻ്റെ മറയില്. അങ്ങനെ കൂട്ടി പുറത്തേക്ക് ഇടുമ്പോൾ നോക്കുമ്പോഴേ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ എന്തായിന് ഈ വെണ്ണൂറ് മൂടിയ ചരന്തി വല കൊണ്ട് ആകെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ചിരിക്കല്ലാതെ ഒന്നും പറഞ്ഞില്ല. അതൊക്കെ ജീവിതത്തിലുള്ളൊരു രസമല്ലേ? എന്നാ ദജ്ജാൽ വന്നെളുപ്പോ നമ്മളവിടെ എത്താനായിന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. ഈ ധാരണ ഇങ്ങനെ മനസ്സിലുണ്ടാവുമ്പോ ഒരു എന്ത് മറ്റൊരിക്കൽ ആയിഷാ ബീവിന്റെ വീട്ടിൽ സൗദാ ബീവി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അപ്പൊ ആയിഷാ ബീവി നല്ല അലീസ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത് ഭക്ഷിക്കാം. അപ്പൊ സൗദാ ബീവി ഒരു ഇടത്തുറത്തുനിന്ന് ആയിഷാ ബീവി വലത്തുറത്തു ഇരുന്നു. നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാലിൻ്റെ മുട്ട് ആയിഷാ ബീവിൻ്റെ മടിയിലെത്തിയാണ്, ഒരു കാലിൻ്റെ മുട്ട് സൗദാ ബീവിൻ്റെ. അങ്ങനെ അപ്പുറം പറയുന്നു. ആയിഷാ ബീവി പറഞ്ഞു, യാ സൗദാ കുലി, അലീസ് ഉണ്ടാക്കിയ ഞങ്ങൾക്ക് ഒറ്റക്കല്ല, നിങ്ങളൊന്ന് കഴിച്ചോളിയാർ. സൗദാ ബീവി പറഞ്ഞു എനിക്ക് വേണ്ട, കഴിക്കണത് എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് കഴിക്കില്ലെങ്കിൽ ഇപ്പം ഞാൻ മോത്ത് വെക്കും, എനിക്ക് വേണ്ട. പറഞ്ഞത് പരമാർത്ഥം. വല്യമാൻ്റെ പ്രായമുണ്ട്, അതൊന്നും നോക്കിയിട്ട് തന്നെയല്ല വലിയ സ്നേഹത്തെ കൊണ്ട് നടക്കുന്ന ആളുമാണ് ഈ സൗദാബി ആയിഷ. പറഞ്ഞത് പരമാർത്ഥം. കൈകൊണ്ട് വാരി സൗദാബിൻ്റെ മുഖത്തുണ്ട് പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിലുണ്ട്. നോക്കണേ, അപ്പുറപ്പുറം അവരിയ്ക്കണത്, നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്ത് കൂടെ സൗദാബിൻ്റെ മുഖത്ത് അരീസ തേച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ടു ചിരിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയറിയോ? സൗദാ ബീവിൻ്റെ ആ മടിയിലുള്ള കാലെടുത്തു കൊടുത്ത്, എന്തിനാ പുറത്ത് അലീസ ഉള്ളത്, എന്നിട്ട് പറഞ്ഞു തഖ്ദീയ ഖിസാസ് എടുക്കുക. അപ്പോൾ സൗദാ ബീവി പുറത്ത് കൈ കെട്ടിയിട്ട് ആ അലീസ് പാത്രത്തിൽ ഇരുന്നിട്ട് ആയിഷാ ബീവിനെ മുഖത്തും തേച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും ചിരിച്ചു. നമ്മളാണെങ്കിൽ എന്താ ഉണ്ടാകുക? ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഭാവം. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തി. നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവിടെ? ആദ്യം കൊടുക്കും ആർക്ക്? ആയിഷാ ബീവിക്ക് നല്ലൊരു പട. കാരണം എന്താ? അതിൻ്റെ വലിമകളുടെ പ്രായം നമുക്ക് എജ്ജെന്തായി കാട്ടിയത്, അങ്ങനെയാണ് ചൂടാകൊന്നും വേണ്ട. അത് തന്നെയല്ലേ ജീവിതം എന്ന് പറയുന്നത്, അത് തന്നെ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതാണ്. അതോടെ ഇങ്ങനെ മാസത്തിൽ കൊടുത്തൊന്നും നടക്കൂല. അവിടെ കുറച്ചൊക്കെ ഒന്ന് ലാവിഷായിട്ട് പെരുമാറാൻ പറ്റണം. കാരണം ഈ സ്ത്രീകൾക്ക് അങ്ങനെയാണ്, അവരെപ്പോഴും അതാണ് ഇഷ്ടപ്പെടുന്നത്. ഇവരെ ബഹുമാനിക്കണമെങ്കിലും അംഗീകരിക്കണമെങ്കിലും തന്നെ അവർ സ്റ്റാൻഡേർഡിലേക്ക് പുരുഷനൊന്ന് ഇറങ്ങിക്കൊടുക്കണം. അല്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖാതിമുൻ നബിയ്യീനാണ്. അതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഒരു ഭർത്താവുമാണ്. ആ ഭർത്താവിൽ നിന്നിട്ട് ഭാര്യമാർ
ആഗ്രഹിക്കുന്ന ചില പെരുമാറ്റങ്ങളുണ്ട്. എന്നിട്ടോ സൗദ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ തട്ടത്തിലാണ് തുടച്ച്, ആയിഷ ബീവി കൊണ്ട് തുടച്ചു. നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിൽ എന്തായിരിക്കും? നമ്മളെ തട്ടത്തുമ്പോൾ തുടക്കണ്ട, ആ കളി കണ്ടാ തന്നെ കൊടുക്കൂലൊന്ന്. ഇങ്ങനെ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും മദീനയിലുണ്ടെങ്കിൽ അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ 9 ഭാര്യമാരാണുള്ളത്. 9 വീടുകളിലും കയറി ഇറങ്ങി സുഖവിവരങ്ങൾ അന്വേഷിക്കും. എന്നും അസ്ർ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ 9 വീട്ടിലും കയറി എല്ലാവരുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കും. താമസം 9 ദിവസം കൂടുമ്പോൾ ആണ്, ഒരു ദിവസമാണെങ്കിലും എന്നും അസറിൻ്റെ ശേഷം അവരുടെ വീടുകളിൽ സന്ദർശിക്കും. എന്തിനാണ്? സുഖവിവരം അറിയാനും, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ അത് പറയാനും, കാര്യങ്ങൾ കുടുംബജീവിതത്തിൻ്റെ ചട്ടവട്ടങ്ങൾ ആവശ്യമായത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം. അതിൻ്റെ ഇടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി, പിന്നീട് പറയാം. അത് കഴിഞ്ഞാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും 8 ആളും ആ വീട്ടിൽ ഒരുമിച്ച് കൂടും. ഏത് വീട്ടിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് താമസിക്കുന്നതെങ്കിൽ 9 പേരും അവിടെ വരും. ഒരു വീട്ടുകാരിയാണ്, ബാക്കി 8 ആളും വരും. എന്നിട്ട് ഇശാ വരെ കഥ പറയലാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? ഭാര്യയും മക്കളെയും കൂട്ടിയിരുന്ന് കഥ പറയാ. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെങ്കിൽ കാര്യമുണ്ട്. ഈ പറയുന്ന 9 ഭാര്യമാരും ഒരാൾ ഒരു ദിവസം ഒരു കഥ പറഞ്ഞാൽ പിറ്റേന്ന് വേറൊരാളൊരു കഥ പറയും. ഈ കഥ കേട്ടിരിക്കുകയും അവർ ചിരിക്കുമ്പോൾ അതിനൊപ്പം ചിരിക്കുകയും അതിൽ തിരുത്തേണ്ട ഭാഗമുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി തിരുത്തി കൊടുക്കുകയും അതിലെ ഗുണപാഠങ്ങളുണ്ടെങ്കിൽ ആ ഗുണപാഠം മറ്റുള്ളവർക്ക് കൂടി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിത്യസംഭവമായിരുന്നു. ഇത് എപ്പോഴെങ്കിലും ഒരിക്കലല്ല, എന്നും. എന്തൊരു സന്തോഷമാണ് ആ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഭാര്യമാർ ഒന്നിച്ചുണ്ടായിട്ടും സംഘർഷങ്ങൾ കുറവാകാനുള്ള ഒരു കാരണം ഭർത്താവിൻ്റെ കഴിവാണ്. സ്ത്രീ എന്നായാലും സ്ത്രീ തന്നെയാണ്. സ്ത്രീയുടേതായ ചില പോരായ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഏത്? നേർക്ക് വടി പോലെ നിർത്താൻ പെണ്ണിനെ കയ്യില എന്ന് പറഞ്ഞാൽ എല്ലാം നന്മ, എല്ലാം അനുസരണം, ഒരു വൈകല്യവും ഇല്ല, കൃത്യമായി വരച്ച വര പോലെ നടക്കൂല. അങ്ങനെ വന്നാൽ അവന് പെണ്ണെട്ടാതെ ജീവിക്കേണ്ടി വരും ലോകത്ത്. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിക്കുകയുണ്ടായി, ഇന്നൽ മർഅത ഖുലിഖത മിൻ ളിലഇൻ. വാരിയലിലാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും അഅവജഹ അലാഹ്, മേലുള്ള ഈ വാരിയലാണ് കൂടുതൽ വളവുള്ളത്. എന്ന് പറഞ്ഞാൽ ആ കൂടുതൽ വളവുള്ള വാരിയൽ കൊണ്ടാണ് സ്ത്രീ വർഗത്തെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് വാരിയൽ എടുത്ത് സൃഷ്ടിച്ചു എന്ന് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഉദ്ദേശം അതല്ല. വളഞ്ഞല്ലേ ആ വാരിയൽ നിൽക്കുള്ളൂ എന്നതുപോലെ പ്രകൃതിപരമായി സൃഷ്ടിപരമായി സ്ത്രീക്ക് ചെറിയ ഒരു വളവുണ്ട്, ഒരു വക്രതയുണ്ട്. അത് നേരെയാക്കാൻ ഒറ്റയടിക്ക് ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറ, സ്ത്രീകളെ കൊണ്ട് എപ്പോഴും നന്മ ചെയ്യണം എന്ന് വസിയ്യത്തായി നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കണം. ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നല്ല ഉപദേശം കൊടുക്കുക. ഗൗരവപ്പെടേണ്ടോടത്ത് മാന്യമായി ഗൗരവപ്പെടുക. വേണം. ഗൗരവപ്പെടേണ്ട ചില സന്ദർഭം ഉണ്ടാവും, അവിടെ ഗൗരവപ്പെടണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തിൽ അവരുമായി പിണങ്ങി 1 മാസം വരെ ഒരു തട്ടും പുറത്ത് മച്ചും പുറത്ത് താമസിച്ചു. 9 ഭാര്യമാരടുത്തേക്കും പോകാതെ. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. പക്ഷേ എന്താക്കരുത്, അങ്ങേരൊക്കെ അടിക്കാനും ചീത്ത പറയാനും പോകരുത്. അത് മാന്യന്മാരുടെ ലക്ഷണമല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യഗ്ലിബന കരീമൻ വയഗ്ലിബുഹുന്ന ലഈമുൻ. യഗ്ലിബന കരീമൻ, സ്ത്രീകൾ പത്നിമാർ മാന്യരായ ഭർത്താക്കളാണെങ്കിൽ അവരെ കീഴ്പ്പെടുത്തും.
എന്തായാലും അവർ മേലെ ജയിക്കും. നേരെ മറിച്ച് വയാലിബുഹുന്നലീമുൻ, പെണ്ണിനെ അടച്ചൊടുക്കി കീഴ്പ്പെടുത്തി ഭരിക്കുന്നവൻ ദുഷ്ടനാണ്. അതുകൊണ്ട് ഞാൻ മാന്യനായ ഒരു ഭർത്താവാകാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് ഭാര്യമാരാൽ പരാജയപ്പെടുത്തപ്പെടും, പ്രശ്നമില്ല. ഭാര്യൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നഷ്ടമൊന്നുമില്ല, താഴ്മ ഉണ്ടാവുള്ളൂ. ഭാര്യയുടെ മുന്നിൽ തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നഷ്ടവും വരുത്തൂല, അതിൽ ലാഭമേ ഉണ്ടാവും. അത് മാന്യൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞ. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്യണം. സ്നേഹത്തിൻ്റെ അവിടെ സ്നേഹം വേണം. കഥ പറയേണ്ടത് കഥ പറയണം. ഗുണപാഠങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ജീവിതത്തിൽ കുട്ടിക്ക് മാത്രമല്ല. കഥ പറഞ്ഞാൽ കഥയുടെ ഗുണപാഠത്തിലൂടെ കുട്ടികൾ സാംസ്കാരികമായി വളരും എന്ന് നമുക്കറിയാം. ഇപ്പം എന്നാ കഥ പറയാൻ ആളില്ല, ഇത് ഗുണപാഠങ്ങളുള്ള കഥ പറയാൻ ആളില്ല. അതുകൊണ്ട് വല്യമ്മമാരൊക്കെ നാട് നീങ്ങിപ്പോയി. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കുട്ടികളെ കിട്ടൂല. എന്നാൽ ഇതേ ഗുണപാഠം കഥകളിലൂടെ സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയല്ലോ വായു ഉപദേശങ്ങളിലൊക്കെ സ്ത്രീകളെ സഭകളിലെപ്പോഴും സ്വാലിഹായ വനിതകളുടെയും സ്വാലിഹീങ്ങളായ മഹാത്മാക്കളുടെയും ചരിത്രം പുരുഷന്മാരുടെ വയലിൽ പറയുന്നതിലേറെ പറയുന്നത് എന്താ? മഹദി മഹാത്മാക്കളുടെ ചരിത്രങ്ങളിലൊക്കെ അത് കഥയാണെങ്കിലും ചരിത്രമാണെങ്കിലും അതിലൊക്കെ ഗുണപാഠങ്ങളുണ്ടാവും. ആ ഗുണപാഠം ഏറ്റവും ഉൾക്കൊള്ളുകയും അതിലൂടെ സാംസ്കാരികമായി വളർച്ച ലഭിക്കുകയും ചെയ്യുന്നത് കുട്ടികളിൽ എന്നതുപോലെ സ്ത്രീകളിലും ധാരാളമാണ്. അതുകൊണ്ടാണ് വിലപ്പെട്ട അവിടുത്തെ സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇശാസ്കരിച്ചതിന് ശേഷം ദിവസവും ഒരു സാത്ത് സമയം കഥ പറയാനും അത് വിലയിരുത്താനും ആസ്വദിക്കാനും ആണ്. അന്ന് വിശദമായി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. എത്രയോ കഥകൾ ഉമ്മഹാത്തുൽ മോമിനീങ്ങളിൽപ്പെട്ട ഓരോരുത്തർ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റ് പത്നിമാരും പ്രതികരിക്കുന്ന പ്രതികരണം ഉൾപ്പെടെ ശമായിലിൻ്റെ കിതാബുകൾ വിശദമായി റിവായത്ത് ചെയ്ത് കാണാൻ സാധിക്കും. ഐഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളും ആയി ഓട്ടപ്പന്തയം നടത്തിയ ഹദീസ് കിതാബുകളിലൊക്കെ പ്രസിദ്ധമാണ്. ഓട്ടമത്സരം ആദ്യം ഓടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാജയപ്പെട്ടു. ഐഷ റളിയല്ലാഹു അൻഹ വിജയിച്ചു. കാരണം അന്ന് 12 വയസ്സായ ആയിഷ ബീവിക്ക്. ഖുറൈശി യുദ്ധത്തിന് പോകുന്ന സമയത്ത് 12 വയസ്സായിട്ടുള്ളൂ. ആയിഷ ബീവിക്ക് 12 വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 56-57 വയസ്സിൽ കിടന്നിട്ടുണ്ടോ, 56 വയസ്സായതാലോചിട്ടുണ്ടോ. ആ സമയത്ത് ശാരീരികമായ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയായ 12 വയസ്സുള്ള ആയിഷ ബീവിയെ കൂടെ ഓടാൻ കഴിയൂല. ആയിഷ ബീവി കൈയൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണല്ലോ തോറ്റോലെ ജയിച്ചോർക്ക് വേറെ സമ്മാനമൊന്നും കൊടുക്കണമെങ്കിലും തോറ്റോലൊന്നും ആസ്വദിക്കണ്ടേ. അപ്പം അതിന് കൈയൊട്ടിച്ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഉണ്ടില്ല, ഗുണവും ദോഷവും ഉണ്ടില്ല. ആയിഷ ബീവിക്ക് സന്തോഷമായി. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീവി ഒരു 15 വയസ്സ് 16 വയസ്സായ സമയത്ത് തടിയെല്ലാം വെച്ച്. അപ്പോൾ ശരിക്കൊരു പെണ്ണിൻ്റെ എല്ലാ വളർച്ചയും എത്തിയ സമയമാണ്. മറ്റൊരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആളുടെ നല്ല ഓട്ടമത്സരം നടക്കുക. ബാക്കിയുള്ള യാത്രാ സംഘത്തോട് പറയും, നിങ്ങൾ തഖദ്ദമു പറയും, വിട്ടോളി, വണ്ടി വിട്ടോളി പറയും. ഊര് കുറേയാട് വിട്ട് മുന്നിലെത്തുമ്പോഴാണ് വേക്കുന്നത് അല്ല ഓടല്ലേ കഴിച്ച്. അപ്പം പണ്ടത്തെ അത്ര ധൈര്യമല്ല, എന്നാലും ഓടിക്കളയാൻ തന്നെ ആയിഷാബിക്ക് അപ്പോഴും ഉണ്ട്. എന്നാ ഓടുകയായിരുന്നു. ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തി. ആയിഷാബി തോറ്റ്. കാരണം എന്താ? കുറച്ച് പ്രായമായി, പെണ്ണല്ലേ, അതിൻ്റെതായ ആ പ്രത്യേകതകളൊക്കെ വന്ന്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 3 വയസ്സ് കൂടി ഏറിയെന്ന് എഴുതിയോണ്ട് കാര്യമായ മാറ്റമൊന്നും ശാരീരികമായി വന്നിട്ടില്ല. തോറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയോട്ടി ചിരിച്ചില്ല കേട്ടോ, അന്നത്തേന് കളാ വീട്ടാൻ. പക്ഷേ പറഞ്ഞു, ആദിഹി ബിതിൽക, 3 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്, അതിൻ്റെ ഇടയ്ക്ക് വേറെ ചർച്ചയൊന്നുമില്ല. ആദിഹി ബിതിൽക, ഈ മറത്ത് ഞാൻ ഇപ്പോൾ ജയിച്ചല്ലോ, ഇജ്ജ് തോറ്റില്ലേ? അന്ന് ജയിച്ചില്ലേ? അന്ന് ഞാൻ തോറ്റല്ലോ, അതിന് കളവിടിയിലേ ജയിച്ചു. ഈ നിലക്ക്, അതായത് അത് നമ്മളും കുടുംബജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹലാലായ ചില ഉല്ലാസയാത്രകളൊക്കെ നമുക്കതിപ്പോഴും പരിധിയുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാ ഉല്ലാസങ്ങൾക്കും, അത് ഭാര്യമാരോടൊന്നിച്ചായാലും മക്കളോടൊന്നിച്ചായാലും കൂട്ടുകാരോടൊന്നിച്ചായാലും ഉല്ലാസയാത്ര ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ഉല്ലാസയാത്രക്ക് ഇസ്ലാമിൻ്റെ 4 കെട്ട് പരിധിക്ക് പുറത്തു പോകരുത്. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും കൂടിക്കുഴഞ്ഞ്
മദ്യവും മദിരാക്ഷിയും അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നതല്ല. അതേ സമയത്ത് അവൻ്റെ കുടുംബം, അവൻ്റെ പെങ്ങളുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ ഉമ്മയുണ്ട്, അവൻ്റെ അമ്മായിമുണ്ട്, അവന് മെഹറമാണ്, ഓനുണ്ട്, മക്കളുണ്ട്. കുറച്ചു നേരം കളിച്ചൊന്നും പറ്റൂല. അവിടെ കഥ പറയാം, കിസ് മത്സരം നടത്താം, ഇങ്ങനെ പലതും ചെയ്യാം. ഇസ്ലാമിൽ വിരോധമില്ലാത്ത എന്താണ്? ഇതൊക്കെ ഒരു മാനസിക ഉല്ലാസമാണ്. ഈ മാനസിക ഉല്ലാസം കുടുംബജീവിതത്തിൻ്റെ കുടുംബാന്തരീക്ഷം ശാന്തമാകാൻ, മാനസികമായ പിരിമുറുക്കം അയാൻ, അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ സാധിക്കും. ആരാണിത് ചെയ്യുന്നത്? ഞമ്മക്കൊന്നും ഒഴിവില്ല എന്ന് പറയും. ഞമ്മക്കൊഴിവില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും ഹിദായത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ, മദീന എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി, സൈനിക നായകൻ, നബി, റസൂല്, 9 ഭാര്യമാരുടെ ഭർത്താവ്, മക്കളും പേരമക്കളും ഉൾക്കൊള്ളുന്ന വലിയ കുടുംബനായകൻ, ഭരണാധികാരി, നബി, റസൂല്, എല്ലാ തിരക്കുകളും ഉണ്ട്. ആ തിരക്കിൻ്റെ ഇടയിലും ഭാര്യക്ക് ഭാര്യ ഭർത്താവ് തന്നെയാണ്, മക്കൾക്ക് വാപ്പ തന്നെയാണ്, പേരമക്കൾക്ക് വല്യാപ്പ തന്നെയാണ്. ഈ വല്യാപ്പ വല്യാപ്പാൻ്റെ ധർമ്മം, വാപ്പ വാപ്പയുടെ ധർമ്മം, ഭർത്താവ് ഭാര്യയുടെ ധർമ്മം നിറവേറ്റിയേ പറ്റൂ. അല്ലാതിരുന്നാൽ ആ കുടുംബജീവിതം തകരും. പുറത്തൊക്കെ കാണാനുള്ള ഭംഗിയുണ്ടാവും, കുടുംബത്തിൽ സന്തോഷം കളിയാടൂല. അപ്പം നമ്മളതിന് കുറച്ച് കീപ്പോട്ട് ഇറങ്ങി വരണം. അതിന് കൂലിട്ടെന്ന് അറിഞ്ഞില്ലേ? 2 കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, വീട്ടിൽ മക്കളുണ്ട്. എന്നാൽ മക്കൾക്ക് മുട്ടായി കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുമ്പോൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ആദ്യം പെൺകുട്ടിയൊക്കെ കൊടുക്കണം, പിന്നെ ആൺകുട്ടിയൊക്കെ കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. എന്താ? പെണ്ണിന് പൊതുവേ ഉണ്ട് ഒരു അപകർഷതാബോധം. നമ്മുടെ ഒരു 2ാം കിട പൗരനാ അവിടെ. വാപ്പാക്കും ഉമ്മാക്കും എന്തായാലും പെണ്ണിനോട് എന്തായാലും ആൺകുട്ടികൾ അത്ര എന്നൊരു തോന്നല്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഹദിയകൾ കൊടുക്കുമ്പോൾ ആദ്യം ആൺകുട്ടിയെ കൊടുക്കരുത്, ആദ്യം പെൺകുട്ടിയെ കൊടുക്കണം. കുട്ടികളെ എടുത്ത് ഉമ്മ വെക്കുകയാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ആദ്യം പെൺകുട്ടികളെ ഉമ്മ വെക്കണം, എന്നിട്ടാണ് ആൺകുട്ടികളെ. കാരണം അവരുടെ മനസ്സിൻ്റെ ചെറിയൊരു ഒരു ക്ഷീണമുണ്ട്, അത് മാറ്റിയില്ല. എൻ്റെ വാപ്പാക്ക് എൻ്റെ ആങ്ങളുടെ കാടിനോടാ സ്നേഹം എന്ന് തോന്നിപ്പിക്കണം. കൊടുക്കണം ആ മുട്ടായി ഒന്ന്. ഒരു വലിയ മനുഷ്യനല്ലേ, അവർക്ക് എന്താ മുട്ടായി എന്ന് വിചാരിക്കണ്ട. കൊടുക്കുന്നത് കുട്ടിയൊക്കെ കൊടുത്തേക്ക് ഇങ്ങനെ കൈ കൊടുക്കാതെ ആ മുട്ടായിൻ്റെ കടലാസ് അഴിച്ചിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുത്ത് നോക്കിയാണെങ്കിൽ അതിന് സുന്നത്ത് ഏറെ കിട്ടും. അതിന് പ്രത്യേകിച്ച് ഒരു സുന്നത്ത് ഏറെ കിട്ടും. അതെന്താ? അതൊരു തമാശയാണ്. ഈ തമാശ പുരുഷനേക്കാൾ ആസ്വദിക്കുന്നത് സ്ത്രീയാണ്. അപ്പം അവരോട് അങ്ങനൊരു തമാശ. അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ ഒരു മാംസത്തിൻ്റെ കഷ്ണം എടുത്ത് ഒരു കടിയടിച്ച് രണ്ടാമത് ഓൾ വായിൽ വെച്ച് കൊടുക്കുക. കൈ കൊടുക്കരുത്, വായിൽ വെച്ച് കൊടുക്കുക. ഇയാൾ കടിച്ച് എന്ന് നോക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? എന്നാൽ ഓളെ എന്നൊക്കെ ഭാര്യയാക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഭാര്യക്ക് തോന്നൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പത്നിമാരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കും. ആയിഷാബി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മാംസത്തിൻ്റെ കുറകെടുത്താൽ ഒരു കടിയടിക്കും, എന്നിട്ട് എൻ്റെ കയ്യിൽ തരും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടുന്നാണോ കടിച്ചത് അവിടെ തന്നെ ഞാനും കടിക്കും. ഞാനാണ് എൻ്റെ എടുത്തതെങ്കിൽ ഞാനൊരു കടിയടിക്കും. കടിച്ചിട്ട് അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമ്പം ഞാൻ കടിച്ച സ്ഥലം എവിടെ നോക്കിയിട്ട് അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിക്കും. എന്നിട്ട് കുറേ ഹൈറിൻ്റെ ബാബുകൾ പറഞ്ഞ കൂട്ടത്തിൽ നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ ഒരു പിടി ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിലും സദഖയുണ്ട്. എന്താ ഒക്കെ കയ്യില്ലാഞ്ഞിട്ടാ? ഓട് നമ്മൾ പോലെ കൈ കൊണ്ട് എടുത്ത് കഴിക്കുന്നുണ്ട്, കയ്യിന് കുഴപ്പമില്ല. എന്നാലും ചെറിയ മക്കൾക്കൊക്കെ ഇല്ലേ ഒരു വാത്സല്യം എന്നുള്ളതിലേക്ക് നമ്മുടെ വായിൽ കൊടുക്കുന്നത്, അത് ഭാര്യക്കും ആവശ്യം, എല്ലാവർക്കും ആവശ്യ. അഭിനന്ദനം നമ്മൾ പലരും ചെയ്യാത്തതാണ്. അഭിനന്ദനം അത് ഏത് പ്രായത്തിലുള്ളവർക്കും താല്പര്യമാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും താല്പര്യമാണ്. അതുകൊണ്ട് ആ അഭിനന്ദനങ്ങളും ഒഴിവാക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിനന്ദിക്കേണ്ടയിടത്ത് നന്നായി അഭിനന്ദിക്കും. അബദ്ധങ്ങൾ കണ്ടാൽ ഗൗരവപ്പെടാതെ സ്നേഹത്തോടു കൂടി അത് മാന്യമായി തിരുത്തി കൊടുക്കും. ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി
കുറച്ച് ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ ചരിത്രം പറയുമ്പം ആവശ്യമായ ചില കാര്യങ്ങൾ കൂട്ടത്തിൽ വരും. ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട 2 പ്രധാന വിഷയങ്ങളുണ്ട്. അത് രണ്ടും കൂടി എന്തായാലും ഒന്ന് പറയാൻ കഴിയില്ല. ഒന്ന്, കുപ്രസിദ്ധമായ ഇഫ്ക് സംഭവം. മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് യാത്ര പോവുകയാണെങ്കിലും, അത് യുദ്ധത്തിനായാലും മറ്റാവശ്യത്തിനായാലും, യാത്ര പോകുമ്പോൾ ഭാര്യമാരെ എല്ലാവരെയും കൂടി ഒന്നിച്ച് കൂട്ടിയത് ഹജ്ജത്തുൽ വദാഇൽ മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെ പോകുമ്പോഴും നറുക്കെടുപ്പ് നടത്തുക. 9 ആളുള്ളപ്പോൾ 9 ആളെയും കൂട്ടിയിട്ട് നറുക്കെടുപ്പ് നടത്തും. ആരുടെ നറുക്കാണോ കിട്ടിയത് ആ യാത്രയിൽ അവരെ കൊണ്ടുപോകും. അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനുൽ മുസ്തലഖിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുക. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ബനുൽ മുസ്തലഖ് വലിയൊരു ഗോത്ര സമൂഹമാണ്, വലിയ ശല്യക്കാരാണ്. മക്കയിലെ ഖുറൈശികൾക്കും അവർ ശരിയാണ്, മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ശരിയാണ് എന്നല്ല, പരിസരത്തുള്ള എല്ലാ ഗോത്രവർഗ്ഗങ്ങൾക്കും അവർ ശരിയാണ്. കാരണം ധാരാളം അംഗസംഖ്യയുള്ള ശക്തരായ ഒരു ഗോത്രമാണ്. അവർ കൊള്ള എന്നത് അവരുടെ ജീവിതത്തിനൊരു ഭാഗമാണ്. അവർ സംഘടിച്ച് പുതുതായി ആയുധങ്ങൾ ശേഖരിച്ച് സൈനിക പരിശീലനം ചെറുപ്പക്കാർക്ക് കൂടി കൊടുത്ത് വലിയൊരു സൈനിക ശക്തിയായി മദീനയെ അപ്രതീക്ഷിതമായി കടന്നാക്രമിക്കാനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന ന്യൂസ് നബി തങ്ങൾക്ക് കിട്ടിയപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. അത് ഇങ്ങോട്ട് വരട്ടെ എന്ന് കാത്തിരുന്നാൽ ഒരു വലിയ സംഘട്ടനമായി മാറും. അപ്രതീക്ഷിതമായി അങ്ങോട്ട് പോയിട്ട് ഒരു അറ്റാക്ക് ചെയ്താൽ ചെറിയ ഒരു അറ്റാക്ക് കൊണ്ടിട്ട് പ്രശ്നം പരിഹാരമാവും. എപ്പോഴും നബി തങ്ങളുടെ യുദ്ധത്തിലൊക്കെ അടിസ്ഥാനമാരായി ചിന്തിക്കുന്നത് സാമ്പത്തിക നഷ്ടവും ശാരീരിക നഷ്ടവും പരമാവധി കുറക്കുക. യുദ്ധം അനിവാര്യമാകുമ്പോൾ തന്നെ ജീവനാശം പരമാവധി കുറക്കുക. മനുഷ്യന് ഫലപ്രദമായ വസ്തുക്കളുടെ നാശം, ഒരിക്കൽ പോലും ഒരു ഈത്തപ്പന തടിയെങ്കിലും ഫലം കായ്ക്കുന്ന ഒരു മരമെങ്കിലും യുദ്ധത്തിൻ്റെ പേരിൽ കരിക്കാനോ മുറിക്കാനോ പാടില്ലെന്ന് കർശനമായി നിർദ്ദേശം കൊടുക്കും. കാരണം ആവശ്യമില്ലാതെ സാമ്പത്തിക നഷ്ടം വരുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആരാധനയിൽ മുഴുകി ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നവർ, കനീസകളിൽ ഇബാദത്തിലായിരിക്കുന്നവർ, പടുവൃദ്ധന്മാരൊന്നും ചെയ്യാൻ പറ്റാത്തവർ, കൃഷിസ്ഥലങ്ങളും വ്യാപാര സ്ഥലങ്ങളുമായി ഷോലായിരിക്കുന്നവർ, അവരോടൊന്നും യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം എന്താ, അവരൊന്നും ഇതിൽ ആളല്ല, പട്ടാളക്കാരാ യുദ്ധത്തിന്. അവരോട് യുദ്ധം ചെയ്താൽ മതി, ആൾ നാശം പരമാവധി കുറക്കുക. അപ്പോൾ അങ്ങോട്ട് വരാൻ കാത്തിരിക്കാതെ അങ്ങോട്ട് അറ്റാക്കിന് തീരുമാനിക്കാൻ കാരണം ഇതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനുൽ മുസ്തലഖിലേക്ക് പുറപ്പെടാൻ പോകുമ്പോൾ നറുക്കിട്ടപ്പോൾ കിട്ടിയത് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ചുരുക്കി പറയാം, യാത്ര കഴിഞ്ഞു. യുദ്ധം പേരിന് മാത്രമേ നടന്നുള്ളൂ. കാരണം അവർ സംഘടിച്ച് സജ്ജരായിട്ടില്ല. അതിൻ്റെ മുമ്പായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ പമ്പെ പരാജയപ്പെട്ടു. അവരുടെ ഏറ്റവും വലിയ ലീഡറാവുന്ന അംർ ഇബ്നു ഹാരിസിന്റെ മകളാവുന്ന ഉൾപ്പെടെ 200 വീട്ടുകാരെ പൂർണ്ണമായും തടവുകാരാക്കി അവരുടെ മൃഗങ്ങളെ ഗനീമത്തായി അവർ പരാജയപ്പെട്ട് ജീവനും കൊണ്ടോടി. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരാ. പോരുന്ന വഴിക്കൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്താൽ രാത്രി വിശ്രമിക്കാൻ വേണ്ടി ക്യാമ്പ് ചെയ്യും, നട്ടുച്ച വെയിലത്ത് വിശ്രമിക്കാൻ വേണ്ടി ക്യാമ്പ് ചെയ്യും. ഇങ്ങനെ 2 ക്യാമ്പുകൾ ഉണ്ടാവും ഒരു ദിവസം. 1000-ത്തോളധികം ആളുകൾ യാത്ര ചെയ്യുന്നതല്ലേ, എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണാതെ പോകാനും വീണു പോകാനും നഷ്ടപ്പെട്ടു പോകാനും മറന്നു പോകാനും ഒക്കെ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല ശക്തരും ധീരരുമായ 1-2 പടയാളികളെ പിന്നിൽ നിർത്തും. എന്തിനാ, ഈ ക്യാമ്പ് വിട്ട് കഴിഞ്ഞതിന് ശേഷം അവരൊറ്റയ്ക്ക് വരും. എന്നിട്ട് ഈ ക്യാമ്പ് പ്രദേശം മൊത്തം പരിശോധിക്കും. എന്തെങ്കിലും സാധനം മറന്നു പോയതോ വീണു പോയതോ കാണാതെ ഉണ്ടായതോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ യുദ്ധത്തിൽ തിരിച്ചു വരുന്ന വഴിമധ്യേ ഒരു രാത്രി ക്യാമ്പിൽ എല്ലാവരും ഇറങ്ങി. കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല ഇറങ്ങി. അങ്ങനെ മലമൂത്ര വിസർജനം ഒക്കെ ചെയ്യേണ്ടതിന് പുറത്തു പോകണമല്ലോ, കക്കൂസൊന്നുമില്ലല്ലോ, പുറത്തല്ലേ. അങ്ങനെ കുറേ ദൂരെ പോയി.
പോയതും എല്ലാവരും അറിയും, നബി തങ്ങൾ അറിയും. തിരിച്ചു വന്നു, അതും നബി തങ്ങൾ അറിയും. അപ്പോൾ ഫജറാകുന്നതിന് മുമ്പ്, പാതിരാത്രി കഴിഞ്ഞ് ഫജറിൻ്റെ കുറച്ച് മുമ്പ് യാത്രക്ക് നല്ല സുഖമുള്ള സമയമാണ്, കാറ്റ് വീണ സമയമാണ്. പുറപ്പെടാൻ ഓർഡർ കൊടുത്തു. ആയിഷ ബീവി വന്നിണല്ലോ. പക്ഷേ വന്ന് ഹിജാബിൻ്റെ ശേഷമായതുകൊണ്ട് ഹൗദജ് എന്ന് പറയുന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിൽ അകത്തിരിക്കുകയാണ് ആയിഷ ബീവി ചെയ്യുക. സ്ത്രീകളൊക്കെ അങ്ങനെ ചെയ്യുക. പുറത്തുനിന്ന് ഒന്നും കാണൂല, ഒരു കൂടാരം കാണാം, അത് എടുത്തിട്ട് ഒട്ടകപ്പുറത്ത് വെക്കല. അപ്പോൾ കൂടാരത്തിൽ കയറാൻ നോക്കുമ്പോൾ മാല കാണാഞ്ഞ. മാല എന്ന് പറഞ്ഞാൽ ആയിഷാബിൻ്റെ മാല വല്ലാത്ത മാലയാണ്. യമനിലുള്ളതായ ഒരു പ്രത്യേക പ്രദേശത്തുള്ള അൽഫാർ പ്രദേശത്തുള്ള കല്ലുമാലയാണ്, അല്ലാതെ പൊന്നും വെള്ളിയൊന്നുമല്ല. എന്നാലും കുറച്ച് വില പിടിച്ചതിനേക്കാണ്. നാർക്കടില്ല. ആയിഷാബിൻ്റെ ആണെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഒരു യാത്രക്ക് പോവുകയല്ലേ, അപ്പോൾ ഒരു കൂട്ടുകാരിയോട് വായ്പ വാങ്ങിയത്, ആ രസം. കൂട്ടുകാരിയോട് വായ്പ വാങ്ങിയ ഒരു മാലയും കൗത്തിലിട്ടാ പോയത്, മാല കാണാനില്ല. ഇനി 2 ക്യാമ്പ് കഴിഞ്ഞാൽ 3ാമത്തെ ക്യാമ്പ് മദീനത്താ. ഇതില്ല എന്ന് വായ്പ വാങ്ങിയവരോട് പറയാൻ പറ്റുമോ? എന്നാ എൻ്റെ മാല കാണാൻ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞില്ല. മലമൂത്ര വിസർജനത്തിൽ പോയതും കണ്ടിണ്, തിരിച്ചു വന്നതും കണ്ടിണ്. മാല കാണാതായപ്പോൾ ബേജാറായിട്ട് പോയത് ആരും ശ്രദ്ധയപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ശ്രദ്ധയപ്പെട്ടില്ല, ഇവരോട്ട് പറഞ്ഞില്ല, പോയി. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുക. ആയിഷ ബീവി വരാനല്ലേ, റെഡിയായി നിൽക്കല്ലേ. ഇവര് ആയിഷ ബീവി വന്ന് കണ്ട് കൂടാരെടുത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ച് ബാക്കിയുള്ളവരൊക്കെ പോയ കൂട്ടത്തിൽ ആയിഷ ബീവിൻ്റെ ഒട്ടകവും പോയി. അപ്പം അതെങ്ങനെ ഒരാളുള്ളൂ ഇല്ലാത്ത കൂടാരം നല്ല കനം ഉണ്ടാവും. 12 വയസ്സാണ് ആയിഷ ബീവിക്ക്. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്ര കനം ഉണ്ടാകുക എന്നൊരു കണക്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്നപ്പോൾ സ്ത്രീകൾ ഭക്ഷണം വളരെ പരിമിതമായ കാലമായതുകൊണ്ട് സ്ത്രീകൾ പൊതുവേ തടി കുറഞ്ഞവരാണ്. ഞാനാണെങ്കിലോ കുട്ടിയായതുകൊണ്ട് വേണ്ടത്ര തടി വന്നിട്ടുമില്ല. അപ്പോൾ ഉണ്ട് എന്ന് അവർ ധരിച്ചു വെച്ചു പോയി. തിരിച്ചു വന്ന് നോക്കുമ്പം ലാദായും വലാ മുജീബ്, ആരും വിളിക്കാനും പറയാനും ഒന്നുമില്ല, ഒരു മനുഷ്യരുമില്ല, വിജനമായൊരു പ്രദേശം. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പേടിച്ച് മരിക്കും. ആയിഷ ബീവി എന്താണ് കൂട്ടിയിരുന്നത്? അടുത്ത ക്യാമ്പ് ഉച്ചക്ക് ഇറങ്ങുമല്ലോ. ഉച്ചക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അന്വേഷിക്കും. കാണാതാവുമ്പോൾ തെരഞ്ഞു വരും. അപ്പം പാവം പോലെ ചെയ്യുക. ആ ഇരുത്തത്തിലൊരു മരത്തുമേൽ ഇങ്ങനെ ചാരി ഇരുന്ന് വരും. മാത്രം ഒറ്റ ഉറക്ക, ധൈര്യത്തിൻ്റെ ഊക്കല്ലേ. ആ സമയത്തിൻ്റെ ഉറക്കം വരുന്നു. ആരുമില്ല ഇവിടെ. ഏത് നാടാണെന്നും അറിയില്ല. ഇവിടെ ഒരു മനുഷ്യനാണും പെണ്ണുമായിട്ട് ഒരാളും ഇല്ല. പരിസരത്തൊന്നും ജനവാസവും ഇല്ല. ഒറ്റക്കൊരു മനുഷ്യൻ. അതോ നേരം വെളുത്തിട്ടില്ല, അത്തായ സമയമായിട്ടുള്ളൂ. ആ ഇരുത്തത്തിനൊരൊറ്റ ഉറക്ക. ആ ഉറക്കം ഉറങ്ങി. അപ്പം ഇവർ ക്യാമ്പ് വിട്ടപ്പോൾ തൊട്ട് മുമ്പത്തെ ക്യാമ്പിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, സുഫ്വാനുൽ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു, മൂപ്പരാണ് അന്ന് ക്യാമ്പ് പരിശോധിക്കുന്ന ആള്. ഒരു പോയാൽ മൂപ്പര് ഒട്ടകപ്പുറത്ത് വന്ന് ഈ ക്യാമ്പിൽ ഇറങ്ങി പരിശോധിക്കാൻ അങ്ങനെ നടക്കുമ്പോൾ കാണാം. അപ്പോൾ ഫജ്ർ കഴിഞ്ഞ് വെളിച്ചം വെച്ചാണ്, സൂര്യൻ വെച്ചിട്ടില്ല, വെളിച്ചം വെച്ചാണ്. നോക്കുമ്പോൾ ഒരു മനുഷ്യൻ മരത്തുമ്മ ചാരിയിരുന്നു. അപ്പം നോക്കുമ്പോൾ പർദ്ദണ്ട്, മൂടുപടമുണ്ട്. മുഖം മാടിയിട്ടില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് മുഖം മൂടിയിട്ടില്ല. പക്ഷെ മൂടുപടം ധരിച്ചിട്ടാണ് മൊത്തം, മുഖം മാത്രം തുറന്നിട്ടു ചാരി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് വളരെ അടുപ്പുള്ള വീട്ടിൽ വരുന്ന ആളാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ പരിചയമുണ്ട്. പിന്നെ ഹിജാബ് വന്നപ്പോഴായി മറക്കൽ വന്നത്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് മൊന്തുറന്നിരിക്കുന്ന ആയിഷ ബീവിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, പടച്ചോനെ വലിയ അബദ്ധമായിപ്പോയല്ലോ. ആകെ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ ഈ പാതിരാത്രി സമയത്ത് ഒറ്റക്ക്, ബാക്കിയുള്ളവരൊക്കെ പോയി. വലിയൊരു മുസീബത്തല്ലേ, അതിലും മേലെ മുസീബത്തുണ്ടോ? മഹാനവറുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ശബ്ദം കേട്ടി ആയിഷ റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നവർ പറയാണ്, ഞെട്ടി ഉണർന്ന ഉടനെ ഞാൻ മുഖം മറച്ചു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചോ, നിങ്ങൾ എങ്ങനെ ഇവിടെ ഒറ്റക്കായിപ്പോയി? ബാക്കിയുള്ളവരൊക്കെ പോയില്ലേ, നിങ്ങളെന്തേ ഒരു ഒന്നും പറഞ്ഞില്ല. അശാബി പറയാണ്, വല്ലാഹി മാ സമയത്തു മിന്നു ഇല്ല ഇസ്തിർജാഹു, ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞതല്ല, ഒരു കലിമത്ത് പറഞ്ഞിട്ടില്ല. ഉടനെ ഒട്ടകപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി.
ചാടി ഇറങ്ങി ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അദ്ദേഹം മാറി കൊടുത്ത് ആയിഷ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന് അദ്ദേഹം മുന്നിൽ കയറ് പിടിച്ച് നടന്നു. വേറെ ഒരു കെലിമത്ത് അങ്ങോട്ടും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഈ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മുന്നിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പർദ്ദ ധരിച്ചുകൊണ്ട് ഒട്ടകത്തിൻ്റെ പുറത്തു വിശ്രമിക്കാൻ വേണ്ടി ഉച്ചക്ക് ഇറങ്ങിയ ക്യാമ്പിലേക്കാണ് നേരെ കടന്നു ചെല്ലുന്നത്. സഹാബാക്കളല്ലേ, അവർക്കെന്താ ഒരു പ്രശ്നമില്ല. ഈ വലിയൊരു മുസീബത്ത് അവരിപ്പോഴാണ് കണ്ടത് എന്നല്ലാതെ അവർക്ക് സംശയമില്ല. കാരണം എന്താ, ഒന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റേത് സഫ്വാൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു, അറിയപ്പെട്ട വലിയ ഇബാദത്തിൻ്റെയും സത്യസന്ധതയുടെയും ഇൽമിൻ്റെയും ഉടമയാവുന്ന മഹാനായ ഒരു സ്വഹാബി. അവരെ പറ്റിയിട്ട് ഒരു സംശയം. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ബനുൽ മുസ്തലഖുകാരെ മദീനത്തേക്ക് എതിരിൽ തിരിച്ചുവിടാൻ വേണ്ടി ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിൻ്റെ നേതൃത്വത്തിലുള്ള മുനാഫിക്കുകളാണ് യഥാർത്ഥത്തിൽ ചാരപ്പണിയെടുത്തത്. കൂട്ടത്തിൽ യുദ്ധത്തിനോടൊപ്പം ഇയാൾ പോവുകയും ചെയ്തിരുന്നു. ബനുൽ മുസ്തലഖുകാർക്ക് ഊഹിക്കാവുന്നതിനപ്പുറമുള്ള ഇത്രയും കടുത്ത ഒരു പരാജയം പറ്റിയതിലുള്ള മനസ്സ് തകർന്നിരിക്കുകയാണ് ഇയാൾ. എല്ലാം പോയി. ബനുൽ മുസ്തലഖ് ആരെങ്കിലും നബി തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കിട്ടും എന്നുള്ള അവർക്ക് വലിയ പരാജയം പറ്റിയതിലുള്ള ഇനി ഒരിക്കലും തലമുക്കാൻ കഴിയില്ല എന്ന നിരാശയിലിരിക്കുമ്പോഴാണ് വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നതിന് കച്ചിത്തുമ്പ് കിട്ടിയാലും പിടിക്കും എന്നറിഞ്ഞേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയും മുസ്ലിം സൊസൈറ്റിയെയും വേദനിപ്പിക്കാൻ വേണ്ടി ഈ ദുഷ്ടന് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു. ഉച്ച സമയത്ത് ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് പിന്നിലും യുവതിയായ ബഹുദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒട്ടകപ്പുറത്തും ഇരുന്ന് കാണുന്നത്. ഇയാൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീനെ പറ്റിയും സഫ്വാൻ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയും ആരോപണം. അത് പൊന്നോച്ചില്ലാനും വരുന്നവൻ്റെ മുനാഫിക്കുകളും അവൻ്റെ കൂട്ടുസംഘമാവുന്ന യഹൂദികളും പ്രചണ്ഡമായ പ്രചാരണം മുസ്ലിം രാജ്യം മൊത്തം കത്തിക്കാളുകയാണ്. മുസ്ലിങ്ങളാകെ പേടിച്ച് അമ്പരന്ന് നാവെടുത്ത് മിണ്ടാൻ ധൈര്യമില്ലാത്ത, എന്താണ് കേൾക്കുന്നത്, എന്താണ് സംഭവിക്കാമോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയേറെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സിദ്ദീഖുൽ അക്ബറിൻ്റെ പൊന്നുമോളെ പറ്റിയിട്ട് എന്താണ് ഈ കേൾക്കുന്നത്? അതിനെ ആരെ കൂട്ടിയിട്ടാണ് പറയുന്നത്? സരിശുദ്ധരിൽ പരിശുദ്ധനായി അറിയപ്പെടുന്ന വലിയ മുത്തഖിയും ആബിദുമായ സഫ്വാൻ ഇബ്നു മുഅത്തലിനെ പറ്റി അവർ പേടിച്ചിരിക്കുകയാണ്. ഇവരങ്ങോട്ട് പ്രചരണം നടത്തി. ഒരു മാസക്കാലം, ഒന്നും രണ്ടും ദിവസമില്ല, ഒരു മാസക്കാലം രാപ്പകലില്ലാതെ അങ്ങാടിയിലൊക്കെ ഇറങ്ങിയാലും വീടുകളിൽ കൂടിയിരുന്നാലും മരത്തണലിലായാലും മൂടുവഴികളിലായാലും എല്ലായിടത്തും ചർച്ച തന്നെ. കാരണം ഇവരാണ് 100-300 ആൾ മുനാഫിക്കുകൾ തന്നെ ഉണ്ട്. പിന്നെ അവരെ കൂടെ സഹായികളാവുന്ന യഹൂദികളുണ്ട്. ഇവരങ്ങോട്ട് പ്രചരിപ്പിച്ചു. എന്നാ എന്തേപ്പത്? ഇവിടെ ഒരുത്തൻ്റെ താടിക്ക് തീ പിടിച്ചപ്പോൾ അത് കടുത്താളുടെ വെപ്രാളത്തിൽ വേർത്തിന് ഓടി വന്നാണ് പറയുക, എനിക്ക് എൻ്റെ ഒരു സിഗരറ്റ് ഒടിപ്പിച്ചാട്ടെ. ഇത് താടിക്ക് തീ പിടിച്ചിട്ട് ഓന് ജീവൻ മല്ലിടുക. അവിടെ കച്ചെടുത്തുമ്പോൾ മറ്റോ വന്നിട്ട് അറിയാം, എനിക്ക് കെടുത്തല്ലേ, ഞാനൊരു സിഗരറ്റ് കത്തിച്ചാട്ടെ. ഇതിലും വലിയൊരു പരീക്ഷണം മുസ്ലിം ഉമ്മത്ത് നേരിട്ടിട്ടില്ല. ഒരു മാസക്കാലം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല, എന്താ ആയിഷ ബീവിയോട് ഓൽക്കെതിരുണ്ടായിട്ടല്ല, ആയിഷ ബീവിയുടെ പേരിൽ ഒരു റിമാർക്ക് വന്നാൽ അതിൻ്റെ ഉത്തരവാദി ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതോടുകൂടി നബി തങ്ങൾ പ്രവാചകനാണ് എന്നവർക്ക് പ്രചരിപ്പിക്കാൻ എളുപ്പമാവും. അങ്ങനെ ആയിഷ ബീവിയെ ആരോപണം ഉന്നയിക്കലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ നിഷേധിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ പ്രവർത്തിച്ച്. അപ്പം നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ കുറച്ച് സാധുക്കൾ. ഏത്? ഒന്ന് കുറച്ച് ചെരിഞ്ഞിക്കണ ഇസ്ലാമിയുണ്ട്, ഒന്ന് സെൽഫിയും. ഈ സെൽഫികളും അതുപോലെ തന്നെ ചെരിഞ്ഞ ഇസ്ലാമിക്കാരും കൂടി കാര്യമായിട്ട് ഇത് കണ്ടുപിടിച്ച് ഇപ്പം നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ, നബി തങ്ങൾക്ക് വൈബ് അറിയില്ല. എന്താ
നബി തങ്ങളുടെ വീട്ടിലെ ഇത്രയും വലിയൊരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് ഒരു മാസം വരെ അള്ളാഹു തആല ആ വൈബ് അറിയിച്ചു കൊടുക്കാതെന്നത് കൊണ്ട് നബിക്ക് അറിഞ്ഞില്ലല്ലോ. ഒപ്പം നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ, നബിക്ക് വൈബ് അറിയില്ല. ഈ ആരോപണം ആർക്കാ വരുന്നത്? ഈ പറയുന്ന സെൽഫിക്കും ഈ പറയുന്ന ചെരിഞ്ഞ ഇസ്ലാമിക്കും സുന്നിക്കും എല്ലാവർക്കും ബാധക. മുഹമ്മദുർ റസൂലുള്ള കള്ളപ്രവാചകനാണെന്ന് മറ്റുള്ള സ്ഥാപിക്കാൻ പോകുന്നത്. എല്ലാവർക്കും തുല്യാണ്. മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന മൊത്തം ആള് എന്നിട്ട് അയിമെന്നാ പേര് ആ താടിമെന്നാണ് പേര് സിഗരറ്റ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വൈപ്പറിയില്ല എന്ന് തിരിഞ്ഞില്ലേ? എടോ, അല്ലെങ്കിൽ സ്വന്തം വൈപ്പറിയുന്ന ആരെങ്കിലും പറഞ്ഞോ? സുന്നിയൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടോ? അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയുന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ശമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അള്ളാഹ് ആണ്ടി വരുമ്പോൾ അറിയിച്ചു കൊടുക്കും. പക്ഷേ ചിലപ്പോൾ പിന്തിക്കലാണ്. മുസ്ലിം ഉമ്മത്തിന് ഖൈറ് മസ്ലഹത്തെങ്കിൽ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കൽ കുറച്ച് പിന്തിക്കും. ഇവിടെ അതാണ് അള്ളാഹു തആല ഖുർആൻ നസ്സായി പറഞ്ഞില്ലേ, ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ഇത്രയും ഗുരുതരമായ ആരോപണം പറഞ്ഞ് പ്രചണ്ഡമായ പ്രചാരണം നടത്തി ഒരു മാസക്കാലം മുസ്ലിം സൊസൈറ്റിയെ ഇളക്കി മറിച്ച ആരോപണം. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ഓ മുസ്ലിം ഉമ്മത്തുകളെ, നിങ്ങൾക്കത് നാശമാണെന്ന് വിചാരിച്ചു പോണ്ട. ബൽ ഹുവ ഖൈറുൻ ലക്കും, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം സമുദായത്തിന് ഒരു പാഠമാണത്. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു പാഠം തരാൻ വേണ്ടിയിട്ട്. അപ്പം എന്നാ നബിക്ക് വൈബ് അറിയില്ല, ഞങ്ങൾ സമ്മതിച്ച രംഗക്ക് വേണ്ടിയിട്ട്. എന്നാ അള്ളാഹ്ക്ക് അറിയില്ലടോ? അള്ളാഹിൻ്റെ ഹബീബായ നബി തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയെയും ഈ വൈബ് അറിയുന്ന അള്ളാഹു തആല എന്തിനെ ഒരു മാസം ബുദ്ധിമുട്ടിച്ചത്? നബിക്ക് വൈബ് അറിയില്ല എന്ന് സമ്മതിച്ചു, അള്ളാഹ്ക്ക് അറിയില്ലേ? ഇവിടെ അല്പം ബുദ്ധിമുട്ടിയ നബി തങ്ങളും ആയിഷ ബീവി മാത്രമല്ല, മുസ്ലിം സൊസൈറ്റി മൊത്തമാണ്. മുസ്ലിം സൊസൈറ്റിയുടെ നിലനിൽപ്പാണ് ഭീഷണിയായിട്ട്. പക്ഷേ അതിൽ ഭാവി സമുദായത്തിന് വലിയ പാഠമുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പിന് വലിയ അത്താടി ഇതിൻ്റെ പിന്നിൽ കിട്ടും എന്നറിയുന്ന റബ്ബ് അല്പം പിന്തിച്ചറിയിക്കുന്നതിലാണ് ഖൈറ് എന്നുള്ളത് കൊണ്ട് ഒരു മാസം പിന്തിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതും പിന്നീട് വേറെ ഒരു കേസ് കൂടിയുണ്ട്. ഹരിയാരോട് യുദ്ധത്തിന് പോയി, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പെണ്ണിന് ഇറങ്ങുക, രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുക, അതുപോലെ തന്നെ പട്ടാള മേധാവി ആവാം എന്നൊക്കെ പറയുന്ന വേറൊരു സഫാഹത്തുണ്ട്. അതും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സിൽ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.